പുതിയൊരു സംഭവമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫിറ്റ്നസ് രംഗത്ത് വളരെയധികം ഒരു റെവല്യൂഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ബോഡി ബിൽഡിങ്ങും മറ്റ് അത്ലറ്റിക് എല്ലാ സ്പോർട്സ് ഇവൻറ്റ്സും ചെയ്തുകൊണ്ടിരുന്നത് പണ്ട് കാലം തൊട്ടേ സ്റ്റിറോയിഡ്സ് എന്നൊരു മൈൻഡ് സെറ്റോട് കൂടിയാണ്. വലിയൊരു എൻഹാൻസ്മെന്റ് വേണമെങ്കിൽ സ്റ്റിറോയിഡ് വേണം എന്നുള്ളൊരു ചിന്തയോട് കൂടിയാണ് എല്ലാവരും പണ്ട് ബോഡി ബിൽഡിങ് ചെയ്തുകൊണ്ടിരുന്നവരൊക്കെ ചെയ്തുകൊണ്ടിരുന്നതും ഇപ്പോൾ വരെ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതിൽ ഒരു മാറ്റം വന്നിരിക്കുകയാണ്. പുതിയൊരു സബ്സ്റ്റൻസ് നമ്മുടെ സൊസൈറ്റിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അത് പറഞ്ഞു തരുന്നതിന് മുമ്പേ ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് എല്ലാവർക്കും പറയാം. ഒരിക്കലും ഞാൻ ഇത് പ്രൊമോട്ട് ചെയ്യുന്നതല്ല. നാച്ചുറൽ ആയിട്ടുള്ള ഹെൽത്ത് തന്നെയാണ് എപ്പോഴും നല്ലത്. എന്നാൽ സ്റ്റിറോയിഡ് യൂസ് ചെയ്ത് ശരീരം ഉണ്ടാക്കുന്നതിനെ കാട്ടി നല്ലത് ഈ സബ്സ്റ്റൻസ് യൂസ് ചെയ്ത് നമ്മൾ മസിൽ ബിൽഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതോ ആണ് നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സൈഡ് എഫക്റ്റ് കമ്പാരിറ്റീവ്ലി വളരെ വളരെ വളരെയധികം കുറവാണ് സ്റ്റിറോയിഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ഇതിൽ നിന്നുണ്ടാകുന്ന റിസൾട്ട് ലോങ് ടേം റിസൾട്ടും ആണെന്നാണ് കണ്ടു വരുന്നത്. നമ്മുടെ യൂറോപ്പിലും പുറത്തുള്ള ആൾക്കാരൊക്കെ അത്യാവശ്യം യൂസ് ചെയ്ത് ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ സജസ്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഞാൻ കുറച്ച് യൂസ് ചെയ്ത ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ സംഭവം എഫക്റ്റീവാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്യുന്ന ഇതാണ്. മിക്കവാറും ഇത് സീരിയസ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. കാരണം വീഡിയോയുടെ ലെങ്ത് ഇത്തിരി വലുതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണുക, മനസ്സിലാക്കുക. പിന്നെ മെയിനായിട്ട് ഞാൻ വീണ്ടും പറയുന്നത് സ്റ്റിറോയിഡ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടി ബെറ്റർ ഈ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നതാണ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പേരാണ് സാംസ് എന്നാണെന്ന് ഏറെ പേർക്ക് അറിയായിരിക്കും, ഏറെ പേർക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സും ഡീബെനിഫിറ്റ്സും നമ്മൾ എന്തായാലും വിശദീകരിച്ച് തരണമല്ലോ. നമ്മളിതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുകയും പഠിക്കുകയും ഇൻട്രസ്റ്റ് ഒക്കെ കാണിക്കുന്ന ഒരാളായതുകൊണ്ട് ഇത് നിങ്ങളിലോട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഇനി ഇതുപോലെയുള്ള കണ്ടന്റ് ഒരുപാട് വരുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് സാംസിൽ വരുന്ന കണ്ടന്റ്സ് എന്ന് നോക്കാം. സ്റ്റിറോയിഡ്സിൽ നമുക്ക് വരുന്നത് ഡെക്ക, അതുപോലെ ഡെനാബോൾ, അങ്ങനെ പല പല സബ്സ്റ്റൻസ് ഉണ്ട്. പിന്നെ പെപ്റ്റൈഡ്സ് ഉണ്ട്. പെപ്റ്റൈഡ്സിനെ കുറിച്ച് നിങ്ങൾക്ക് വീഡിയോ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഞാൻ അതും ചെയ്യുന്നതായിരിക്കും. എന്താണ് പെപ്റ്റൈഡ്, അതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ. ഇപ്പോൾ സാംസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ സ്റ്റിറോയിഡ്, പെപ്റ്റൈഡ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഗ്രൂപ്പാണ് സാംസ്. അതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് നമ്മുടെ ഗോൾ അനുസരിച്ച് നമ്മളെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സബ്സ്റ്റൻസ് വരുന്നുണ്ട്. ഫാറ്റ് ലോസ്, മസിൽ ബിൽഡ്, സ്റ്റാമിന, അങ്ങനെയുള്ള പിന്നെ സെക്ഷൽ ഇമ്മ്യൂണിറ്റി, ഇതുപോലെയുള്ള പല കാര്യങ്ങൾക്കും സാംസ് എഫക്റ്റീവാണ്. അതുപോലെ തന്നെ മെയിനായിട്ട് പറയുന്നത് നമ്മുടെ ആൻറ്റി ഏജിങ് പ്രോസസ്സിന് ഇത് വളരെയധികം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഗുണം എന്ന് പറയുന്നത്. പിന്നെ സൈഡ് എഫക്റ്റ് തീരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് സ്റ്റിറോയിഡ് അല്ലാത്തതുകൊണ്ട് PCTൻ്റെ ആവശ്യമില്ല. പോസ്റ്റ് സൈക്കിൾ തെറാപ്പി, നമ്മൾ സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യുമ്പോൾ സ്റ്റിറോയിഡ്സ് നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ ലെവലിനെ വല്ലാതെ ചേഞ്ച് ചെയ്താണ് നമുക്ക് റിസൾട്ട് തരുന്നത്. പക്ഷേ സാംസിന് അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. നമുക്ക് നോർമലി ശരീരം പറയുന്ന ഒരു ലിമിറ്റിൽ തന്നെ നിർത്തിയിട്ട് സാംസിന് റിസൾട്ട് തരാൻ പറ്റും. വളരെയധികം റിസൾട്ട് തന്നെ തരാൻ പറ്റും. പക്ഷേ ഒരു സിംഗിൾ സാംസ് യൂസ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കുന്നതിന് ലിമിറ്റ് ഉണ്ട്. നമ്മളിതെപ്പോഴും ഒരു ഗ്രൂപ്പ് ഓഫ് ഐറ്റംസിന്റെ മിക്സ് ആയിട്ട് ഒരു സ്റ്റാക്ക് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു വലിയ റിസൾട്ട് കിട്ടുന്നത്. അല്ല ഞാനിപ്പോൾ പറഞ്ഞു കേട്ട് ഇപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു സാംസ് വാങ്ങിച്ച് കഴിച്ചിട്ട് റിസൾട്ട് ഒന്നും വന്നില്ലെന്ന് പറഞ്ഞാൽ എന്നെ ചീത്ത വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ എപ്പോഴും നമ്മൾ ഒരു സ്റ്റാക്കായിട്ട് ചെയ്യുക. സ്റ്റാക്കായിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യമുണ്ട്. ഞാൻ എല്ലാ ഡീറ്റെയിൽസും വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോ സീരീസിൽ പറയുന്നതാണ്. നിങ്ങളെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക. ആരെങ്കിലും നാളെ ഇതിനെക്കുറിച്ച് ജിമ്മിലോ എവിടെയെങ്കിലും ചർച്ച ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇതിനെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ അവെയർ ആയിട്ടിരിക്കുക.